മഹാരാഷ്ട്രയിലെ എല്ലോറയിലെ പ്രസിദ്ധമായിട്ടുള്ള ഗുഹാക്ഷേത്രമായിട്ടുള്ള കൈലാസ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കൈലാസ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാഴ്ചയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള വിഗ്രഹങ്ങളും മണ്ഡപങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ വളരെ വലിയ ക്ഷേത്രം മുഴുവൻ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഈ മുന്നിൽ കാണുന്ന പാറ കണ്ടോ? ഈ ക്ഷേത്രം പണിയുന്നതിന് മുമ്പ് ഇതുപോലെ പാറയായിരുന്നു ഇവിടെ മുഴുവൻ. ഇവിടെ നേരത്തെ നിലനിന്നിരുന്ന ഒരു പാറ മുകളിൽ നിന്ന് താഴോട്ട് കൊത്തി എടുത്തിട്ടാണ് ഈ ക്ഷേത്രം പൂർണ്ണമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മൾ കാണുന്ന ഈ ഭാഗം പാറയാണ്. ഇപ്പോൾ ഈ ക്യാമറയുടെ ഏകദേശം നടുഭാഗത്തായിട്ട് നോക്കി അവിടെ മുതലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ തുടങ്ങുന്നത്. നമ്മൾ പതുക്കെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തെ കാഴ്ചകളാണ് കാണുന്നത്. അതായത് ക്ഷേത്രത്തിൻ്റെ വെളിയിലെ ഇടതുവശത്തെ മതിലിലെ കാഴ്ചകളാണ് കാണുന്നത്. ഇത് നമ്മൾ ക്ഷേത്രത്തിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴത്തേനും ക്ഷേത്രത്തിൻ്റെ വലതുഭാഗമാണ്. നമ്മളിനി ഈ ക്ഷേത്രത്തിൻ്റെ കവാടത്തിനുള്ളിലേക്ക് അകത്തേക്ക് കയറുകയാണ്. നമ്മൾ ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇതൊരു പാറയാണ്. പാറയ്ക്കുള്ളിലോട്ടാണ് നമ്മൾ കയറുന്നത്. നമ്മൾ സാവധാനം കൈലാസ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. നമ്മൾ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഏറ്റവും മുന്നിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു വിഗ്രഹമാണ് കാണാൻ സാധിക്കുന്നത്. ആ വിഗ്രഹത്തിന് മുന്നിൽ നിൽക്കുന്ന ആ പയ്യനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു വലുപ്പം നമുക്ക് മനസ്സിലാവും. കണ്ടോ, നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ പ്രദക്ഷിണം ചെയ്യുന്ന പോലെ നമുക്ക് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വരാം. ആദ്യം ക്ഷേത്രത്തിൻ്റെ ഈ കാണുന്ന ഭാഗത്തോട് നമുക്കൊന്ന് പ്രദക്ഷിണം ചെയ്ത് ഓരോ കാഴ്ചകൾ കണ്ട് വരാം. നമുക്ക് ആദ്യം വലതുവശത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് ഇതുപോലെ വളരെ വലിയ ഒരു ആനയുടെ ഒരു പ്രതിമയാണ്. ഇതും നമുക്ക് മനസ്സിലാകണമെങ്കിൽ അവിടെ നിൽക്കുന്ന ആ പിള്ളേരുടെയൊക്കെ വലുപ്പം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ആനയുടെ ഒരു വലുപ്പം നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഇവിടെ അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ വളരെ വലിയൊരു പില്ലറാണ്. ഉണ്ടോ, ഇത്രയും വലുപ്പമുള്ള ഒരു പില്ലറാണ്. ഇത് മുഴുവൻ നേരത്തെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇവിടെ നിലനിന്നൊരു പാറയാണ്. ആ പാറ മുഴുവൻ ഇവിടുന്ന് നീക്കം ചെയ്തതാണ്. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഗ്യാപ്പ് കാണുന്ന സ്ഥലത്തൊക്കെ നേരത്തെ ഈ പാറയുടെ ഭാഗങ്ങളായിരുന്നു. നമ്മൾ ഈ വലതുവശത്ത് നിന്ന് നമ്മുടെ നേരെ പുറകിലത്തെ ദൃശ്യങ്ങളെന്ന് നോക്കാം. ഇതുണ്ട്, പുറകുവശത്ത് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കണ്ടോ, രണ്ടാമത്തെ നിലയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാതെ കണ്ടോ. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഇവിടെ കയറി നിന്നിട്ട് ബാക്കി നോക്കാം. ഇവിടെ മഴ പെയ്താൽ കയറി നിൽക്കാനായിട്ടും ഇവിടെ പാറയ്ക്കുള്ളിലോട്ട് തന്നെയാണ് നമ്മൾ കയറി നിൽക്കുന്നത്. കണ്ടോ, മഴ കുറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പ്രദക്ഷിണം തുടരുവാണ്. ഇതാണ് നമ്മൾ കണ്ട ആനയുടെ പ്രതിമ. ഇവിടെ നമ്മൾ വലതുവശത്തുകൂടെയാണ് പ്രദക്ഷിണം ചെയ്ത് പോകുന്നത്. ഇതുകൊണ്ട് എന്നാ വലിപ്പമാണെന്ന് കണ്ടോ ഈ ക്ഷേത്രത്തിന്. ആ പാറയുടെ മുകൾ ഭാഗമൊക്കെ കണ്ടോ, അവിടെ നിന്ന് താഴോട്ട് കുത്തിയാണ് ഈ ക്ഷേത്രം എടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോരോ ഹാള് പോലെ പണിത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ക്ഷേത്രത്തിൻ്റെ വെളിയിലൂടെ ഇങ്ങനെ ഒരു പ്രദക്ഷിണം കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് ആ സൈഡിൽ ഇടത് സൈഡിലായിട്ട് കയറി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇത് കണ്ടോ, ഇത് മുകളിൽ കണ്ടോ ഒരു പാലം പോലെ ഒരു സംഗതി. അതുവഴി അത് ഈ നേരെ ഈ മുന്നിൽ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം. ഇതുണ്ട്, ഇതുവഴി ഇങ്ങനെ പാലം പോലെ ഒരു സംഗതി ഉണ്ട്. ഇതുവഴി സ്റ്റെപ്പുണ്ട് കണ്ടോ, ആൾക്കാർ ആ കയറി പോകുന്നുണ്ട്. ആ സ്റ്റെപ്പുണ്ട്, അതുവഴി കയറി നമുക്ക് ഈ മുകളിലോട്ട് ഒക്കെ ഇവിടെയൊക്കെ പോകാനായിട്ട് പറ്റും. കണ്ടോ, നമ്മൾ ഇങ്ങനെ മുന്നിലോട്ട് നടന്നു വരുമ്പോൾ ഈ വലതുവശത്തായിട്ട് ഇവിടെ ഈ ഭിത്തിയാൽ കുത്തി വെച്ചിരിക്കുന്നത് മഹാഭാരത കഥയുടെ ഭാഗങ്ങളാണ്. ഈ ഭാഗമൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ വളരെ വലിയ തൂണുകളാണ്. കാരണം ഈ തൂണുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് കല്ലാൽ കുത്തിയെടുത്തിരിക്കുന്നതാണ്. കല്ലെ കുത്തിയെടുത്തിരിക്കുന്നതല്ല, ഈ രണ്ട് തൂണിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്ന പാറ നീക്കം ചെയ്തതാണ്. ഇതുണ്ട്, ഈ വലതുവശത്തായിട്ട് ഇതുണ്ട്, ഇവിടെ സിംഹവും ആനയുടെയൊക്കെ രൂപങ്ങളാണ് കാണുന്നത്. ഇതുണ്ടോ, വളരെ വലിയ ആനയുടെ വിഗ്രഹങ്ങളാണ്, ആനയുടെ പ്രതിമകളാണ്. ഈ ആനയുടെ പുറത്ത് ഈ പൂർണ്ണമായിട്ട് ഈ ക്ഷേത്രം നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ മുഴുവൻ ആനയുടെ പ്രതിമകളാണ് ഈ ഒരു സൈഡിൽ മുഴുവൻ കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പം വലതുവശത്തുള്ള പ്രദക്ഷിണ വഴിയിലൂടെയാണ് നടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കണ്ടോ, മുകളിലോട്ട് നോക്കിയേ, പാറ കണ്ടോ. അപ്പോൾ എൻ്റെ നേരെ തലയുടെ മുകളിലൊക്കെ പാറയാണ്. കണ്ടോ, ഈ പാറയുടെ ഈ ഭാഗത്തുണ്ടായിരുന്ന പാറ എടുത്ത് കളഞ്ഞിട്ടാണ് ഈ ഹാള് പോലെയുള്ള സംഗതികൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ നടക്കുന്ന ഭാഗത്തൊക്കെ നേരത്തെ പാറയായിരുന്നു. അതുകൊണ്ട് ഈ നിൽക്കുന്ന ആളെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നേരെ മുന്നിലായിട്ട് നിൽക്കുന്ന ആളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ഏകദേശം വലുപ്പം. കണ്ടോ, മുകളിലോട്ട് നോക്കി എന്തേരെ പൊക്കത്തിലാണ് കണ്ടോ. ഇവിടെ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്ന ആനയുടെ വിഗ്രഹങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇതിവിടെ ഈ ആനയ്ക്കൊന്നും തുമ്പിക്കയില്ല. ഇതൊക്കെ ഇവിടെ മുഗൾ ആക്രമണം നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഔറംഗസീബിൻ്റെ ഭടന്മാർ ഇവിടെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇതിൻ്റെ തുമ്പിക്കൈയൊക്കെ പോയിരിക്കുന്നത് ആനകളുടെ. അങ്ങനെ നടന്ന് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറകു വശത്തോട്ട് വരികയാണ്. വലതുവശത്തോടെ നടന്ന് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറകു വശത്തായി ഏകദേശം. കണ്ടോ, ഇവിടെ എല്ലാം ആനകൾ കണ്ടോ, ഇതുപോലെ ആനകളെയാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് കാണിക്കുന്നുണ്ട്. ഈ വെള്ളം വീഴുന്നത് പാറയുടെ മുകളിൽ നിന്ന് വീഴുന്ന വെള്ളമാണ്. ഇതിപ്പോൾ ഇവിടെ മഴ പെയ്യുന്നില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ വലതുവശത്തോട് വന്ന ക്ഷേത്രത്തിൻ്റെ
പുറകു വശത്തെ വലത്തെ മൂലയ്ക്കായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിനിയും പുറകു വശത്തൂടെ നമ്മൾ പ്രദക്ഷിണം തുടരുവാണ്. ഇതുണ്ടോ, മുകളിലൊക്കെ ഉണ്ടോ, പാറക്കല്ലാണ് മുകളിലൊക്കെ. ഇതുണ്ട്, ഇവിടെ പുറകുവശത്തായിട്ട് നമുക്ക് മുകളിലോട്ട് കയറി പോകാനായിട്ടുള്ള ഇതുപോലെ സ്റ്റെപ്പുകളും കാണാം. നമ്മളിപ്പോഴ് നടന്ന് പുറകു വശത്ത് ഇടത്തെ മൂലയിൽ വന്നു. നമ്മളിനി ഇടതുവശത്തൂടെ മുന്നോട്ട് പോവുകയാണ്. ഇതുണ്ട്, ഇവിടെയും നമുക്ക് മുമ്പ് എവിടെ കണ്ടതുപോലെ ഇവിടെ എല്ലാം ആനകളുടെ പ്രതിമകളാണ് കാണുന്നത്. കണ്ടോ, ആനകൾ, അതുപോലെ പല രീതിയിലുള്ള വിഗ്രഹങ്ങൾ കാണാം. ഇതൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. ഈ ഓരോ വിഗ്രഹങ്ങളും വെറുതെ കുത്തിവെച്ചിരിക്കുന്നതല്ല, അതൊക്കെ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട വിഗ്രഹങ്ങളാണ് നമുക്കിവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെയൊക്കെ ഈ ആനയും വ്യാളിയോ സിംഹമോ അതുപോലെ ഏതോ ജീവിയായിട്ട് ഇങ്ങനെ മൽപ്പിടുത്തം നടത്തുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ്, കൊത്തുപണികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെയൊക്കെ കാണുന്ന ഈ വിഗ്രഹമൊക്കെ ഉണ്ടോ, ഇതിനൊക്കെ കേടുപാടുകൾ സംഭവിച്ച രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് രാവണന് കൈലാസപർവ്വതം ഉയർത്തുന്ന രീതിയിലുള്ള ഒരു വിഗ്രഹമാണെന്നാണ് തോന്നുന്നത്. നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ അകത്തൂടെ ഒരു പ്രദക്ഷിണം ചെയ്ത് വീണ്ടും മുൻവശത്ത് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്താണ്. ഇടതുവശത്തും കണ്ടോ ഇതുപോലെ ഒരു പില്ലർ കാണാം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അങ്ങേ സൈഡിൽ വലതുവശത്ത് മഹാഭാരത കഥയാണ് കണ്ടത്. ഇവിടെ രാമായണ കഥയുടെ ഭാഗങ്ങളാണ് ഇവിടെ കുത്തിവെച്ചിരിക്കുന്നത്. നമ്മൾ വലതുഭാഗത്ത് കണ്ട പോലെ തന്നെ ഇങ്ങനെ ഒരു പില്ലർ ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇതുണ്ട്, ഇത് നേരത്തെ ഇവിടെ ഒരു ആനയുടെ വിഗ്രഹമായിരുന്നുണ്ട്. അതിൻ്റെ കേടുപാടുകൾ പറ്റി ഇപ്പം ഈ രൂപത്തിൽ ഇതുപോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ വീണ്ടും ക്ഷേത്രത്തിൻ്റെ വലതുവശത്ത് വന്നു. ഇതുപോലെ ഇങ്ങനെ ഈ വലതുവശത്തെ മതിലിനോട് ചേർന്ന് ഇങ്ങനെ കാണാനായിട്ട് കാഴ്ചകളുണ്ട്. നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല, നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറാനായിട്ട് ഉള്ള വഴി നോക്കാം. അതുകൊണ്ട് ഇതുവഴി ഇങ്ങനെ വലതുവശത്തൂടെ ഇങ്ങനെ ദൂരെയായിട്ട് കണ്ടില്ലേ, ആ സ്റ്റെപ്പ് വഴി നമുക്ക് മുകളിലോട്ട് കയറി പോകാനായിട്ട് പറ്റും. നമുക്കത് മുകളിൽ കയറി മുകളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ മുകളിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുണ്ട്, ഇവിടെ ഈ ഒരു സ്പേസിലും ഇവിടെ ഒരു വിഗ്രഹം കാണാം. ഇത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇത് ധ്യാന രൂപത്തിലിരിക്കുന്ന ഒരു മൂർത്തിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ബുദ്ധനാണോ വിഷ്ണുവാണോ എന്നൊന്നും മനസ്സിലാകുന്നില്ല. നമ്മൾ ഈ വിഗ്രഹം കണ്ടതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ഇവിടെ ഒരു കണ്ടിട്ട് നടരാജ വിഗ്രഹമാണെന്നാണ് തോന്നുന്നത്. നമ്മളിനി ഈ സ്റ്റെപ്പ് വഴി മുകളിലോട്ട് കയറാനായിട്ട് പോവാണ്. നമ്മൾ ആ സ്റ്റെപ്പ് വഴി കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ വരുന്നത്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ച ഇങ്ങനെ മുകളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടോ, നമ്മൾ മുമ്പ് കണ്ട ആന, പില്ലറ്, നമുക്ക് ആ ഭാഗത്തോടൊക്കെ ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്തോട്ടൊക്കെ പോകാനായിട്ട് സാധിക്കും. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം. ഗർഭഗൃഹത്തിലോട്ട് പോകുന്ന വാതിലാണ് നേരെ മുന്നിലായിട്ട് കാണുന്നത്. ഇവിടെ എല്ലാം കണ്ടോ ഓരോ രീതിയിലുള്ള കുത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൊണ്ട് നമ്മൾ ആ താഴെ കാണുന്ന സ്റ്റെപ്പ് വഴിയാണ് കയറി വന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിലോട്ട് കയറുന്നതിന് മുമ്പായിട്ടുള്ള കവാടമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ, ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നമുക്കൊരു ശിവലിംഗം കാണാനായിട്ട് സാധിക്കും. ഇവിടെ പക്ഷേങ്കിൽ ഇപ്പം പൂജകളോ ആരാധനകളോ ഒന്നും നടക്കുന്ന ക്ഷേത്രമല്ലിത്. നമ്മൾ ഗർഭഗൃഹത്തിൻ്റെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ഒരു നന്ദി മണ്ഡപമാണ് കാണുന്നത്. ഈ നന്ദി മണ്ഡപത്തിനുള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്കിതുപോലെ ഒരു നന്ദിയുടെ ഒരു വിഗ്രഹം കാണാം. ഈ നന്ദി മണ്ഡപം കഴിഞ്ഞ് താഴോട്ടിറങ്ങുമ്പോഴത്തേനും ഇതുപോലെ ഒരു ഓപ്പൺ സ്പേസാണ് വരുന്നത്. ഇതുകൊണ്ട് ഈ നേരെ മുന്നിൽ കാണുന്നതാണ് നന്ദി മണ്ഡപം. അവിടെ നിന്ന് താഴോട്ടുള്ള ദൃശ്യമാണ് കാണുന്നത്. വലതുഭാഗത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇതുകൊണ്ട് നമ്മൾ കണ്ട പില്ലറ്, ആന, അതുപോലെ നമ്മൾ ആ സൈഡിലോട്ട് പോയിട്ടില്ല. ഇപ്പോൾ ആൾക്കാർ ആ നിൽക്കുന്ന ഭാഗത്തോട്ടാണ് നമ്മൾ ഇനി നടന്ന് പോകുന്നത്. ഇതുകൊണ്ട് എന്നാ വലുപ്പത്തിലാണ് ഉണ്ടോ, ഏതെങ്കിലും ഒരു താഴെ കാണുന്ന ആൾക്കാരെയും കൂടെ കണ്ടോണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ടോ. ഇങ്ങനെ മുകളിൽ ഇവിടെ മുഴുവൻ ഉണ്ടായിരുന്ന പാറ മാറ്റിയെടുത്തതാണ്. ഇവിടെ പറയുന്നത് ലക്ഷക്കണക്കിന് ടൺ പാറകളാണ് ഇവിടെ നീക്കം ചെയ്തത്. നമ്മൾ ഈ നന്ദി മണ്ഡപത്തിന് മുമ്പിലുള്ള സ്പേസിൽ നമ്മൾ നേരെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തോട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും അറ്റത്ത് വന്നു. ഇത് കണ്ടോ, ഇതിൻ്റെ താഴ്ഭാഗത്തു നിന്നാണ് നമ്മൾ അകത്തോട്ട് കയറി വന്നത്. ഇതുകൊണ്ട് നമുക്കിവിടെ രണ്ട് വശത്തോട്ടും ഇറങ്ങി പോകാനായിട്ടുള്ള വഴിയുണ്ട്. വലതുവശത്തോട്ടും ഇടതുവശത്തോട്ടും. നമുക്ക് ആദ്യം ഇവിടെ ഈ വലതുവശത്തോട്ട് പോയിട്ട് നമുക്ക് പിന്നീട് ഇടതുവശത്ത് പോയിട്ട് അവിടുത്തെ കാഴ്ചയാണ്. ഇതൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വഴി മുഴുവൻ വളരെ വലിയ പാറയായിരുന്നു. അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. കണ്ടോ, ഈ പാറയൊക്കെ എങ്ങനെ നീക്കം ചെയ്തതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ഈ ചെറിയ ഈ വിടവിനകത്തൂടെ വേണമല്ലോ അത് നീക്കം ചെയ്യാനായിട്ട്. ഇത് കണ്ടോ, ഇത്രയും ഇതിനകത്തുനിന്നുണ്ടായിരുന്ന പാറ മുഴുവൻ പൊടിച്ച് എടുത്തിട്ട് നീക്കം ചെയ്തതായിരിക്കും. നമ്മളങ്ങനെ
വലതുവശത്ത് ഈ മുകൾ ഭാഗത്തായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ താഴെ ആനയുടെയൊക്കെ ഭാഗത്താണ് ആദ്യം നമ്മൾ വന്നത്. കണ്ടോ, ഇതാണ് ക്ഷേത്രത്തിൻ്റെ നല്ല വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടും. ഇതുകൊണ്ട് നമ്മളിപ്പം ക്ഷേത്രത്തിൻ്റെ 2ാം നിലയിലാണ് നിൽക്കുന്നതെന്ന് പറയാം. 2ാം നില നിന്നുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ് ഈ കാണുന്നത്. താഴോട്ട് അതുവഴി താഴെ വഴിയാണ് ആൾക്കാർ കയറി വരുന്നത്. ഇങ്ങനെ നമ്മൾ കയറി താഴെ ആ പില്ലറൊക്കെ കാണുന്ന ഭാഗത്തിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ സ്റ്റെപ്പ് വഴി കയറിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വലതുവശത്ത് നിന്ന് പോയിട്ട് ഇടതുവശത്തെ കാഴ്ചകൾ കാണാം. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇടതുവശത്തെ ഓപ്പൺ സ്പേസിലോട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം. ഇടതുവശത്തെ ആന, പില്ലറ്. ഇതുകൊണ്ട് ഇത് നമ്മൾ മുമ്പ് കണ്ടതുപോലെ വലതുവശത്ത് ഈ 2ാം നിലയിൽ നിന്നുള്ള കാഴ്ചയാണ്. ആൾക്കാർ എപ്പോഴും അകത്തോട്ട് കയറുന്നുണ്ട്. 6 മണി വരെ ഇവിടെ പ്രവേശനമുള്ളൂ. ഇപ്പോൾ തന്നെ സമയം 5-5:15 ഇത് കണ്ടോ, ഇടതുവശത്തു നിന്നുള്ള കാഴ്ചയാണ്. മുകളിലോട്ടൊക്കെ നോക്കി എന്തേരെ വലുപ്പമാണ് ഈ ക്ഷേത്രത്തിനുള്ളതെന്ന്. അതുകൊണ്ട് ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം. ഇതിനുള്ളിലേക്ക് കയറാനായിട്ട് ഇപ്പം ഭയങ്കര തിരക്കാണ്. ഇതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ശക്കലം പോലും വെട്ടമില്ല. വളരെ വിസ്താരത്തിലുള്ള ആ ഒരു ഗർഭഗൃഹമാണ്. നേരെ മുന്നിലായിട്ട് നമുക്കൊരു വളരെ വലിയൊരു ശിവലിംഗവും കാണാൻ സാധിക്കും. നമ്മൾ ക്ഷേത്രത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇതുകൊണ്ട് ഇതുവഴി ഈ വലതുവശത്തോട്ടും ഇടതുവശത്തോട്ടും സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ ഈ വലതുവശത്തോട്ട് കാണുന്ന സ്റ്റെപ്പ് വഴി നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ നമ്മൾ 2ാം നിലയിൽ നിന്ന് താഴെ വന്നിരിക്കുകയാണ്. താഴെ പില്ലറിന് നേരെ മുന്നിലോട്ടാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. നമ്മൾ എല്ലോറയിലെ കൈലാസ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നമസ്കാരം.